വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറെ താല്പര്യമുള്ള ഒന്നാണ് കമ്പനികൾ നൽകുന്ന ഡിവിഡൻഡ്. ഓഹരി വില ഇടിഞ്ഞ് മാർക്കറ്റിൽ നഷ്ടം നേരിടുമ്പോഴും ഡിവിഡൻഡ് ലഭിക്കുമെന്നതിനാൽ പല നിക്ഷേപകർക്കും ഡിവിഡൻഡ് ഒരു എക്സ്ട്രാ വരുമാനമാണ്. ഡിവിഡൻഡ് നൽകുന്ന കമ്പനികളെ എങ്ങനെ കണ്ടെത്താം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? നിക്ഷേപവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും കണ്ടന്റുകളും കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വലുതും എസ്റ്റാബ്ലിഷ്ഡുമായ കമ്പനികളാണ് സാധാരണ ഷെയർ ഹോൾഡർമാർക്ക് ഡിവിഡൻഡ് നൽകുന്നത്. ചില കമ്പനികൾ വർഷത്തിൽ 1-2 തവണ ഡിവിഡൻഡ് നൽകാറുണ്ട്. ഫണ്ടമെന്റലി സ്ട്രോങ് ആയ ലാർജ് ബ്ലൂ ചിപ്പ് കമ്പനികളാണ് ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സിന് എക്സ്ട്രാ ഇൻകം ആയിട്ടുള്ള ഡിവിഡൻഡ് നൽകുന്നത്. നിഫ്റ്റി 50 ഇൻഡെക്സിൽ ഇങ്ങനെ മോസ്റ്റ് ഹൈ ഡിവിഡൻഡ് പേയിങ് സ്റ്റോക്സ് നമുക്ക് കണ്ടെത്താം. ഇൻഫ്ലേഷൻ കൂടി വരുന്ന ഈ കാലത്ത് ഇൻവെസ്റ്റേഴ്സിന് സ്ട്രെസ് ഫ്രീ ആയിരിക്കാൻ സഹായിക്കുന്ന അഡീഷണൽ ഇൻകമാണ് ഡിവിഡൻഡ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഡിവിഡൻഡിൽ നിന്നും നേട്ടമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ടിപ്പിക്കലി ഇൻവെസ്റ്റഡ് ഇൻ ലാർജ് ക്യാപ് സ്റ്റോക്സ്, അതും ലോങ് ടേമിലേക്ക് ആയിരിക്കും. ഇങ്ങനെ പൊട്ടൻഷ്യലായ റെപ്യൂട്ടഡ് ആയ ലാർജ് ക്യാപ് കമ്പനികൾ ഹൈ റിട്ടേണും റെഗുലർ ഡിവിഡൻഡും നൽകിയേക്കാം. തുടർച്ചയായി ഡിവിഡൻഡ് നൽകുന്ന ചില കമ്പനികളുണ്ട്. മികച്ച കമ്പനികളാണെങ്കിൽ അവർ ഡിവിഡൻഡ് എമൗണ്ട് കൂട്ടുകയും ഓരോ വർഷത്തെയും നമ്പർ ഓഫ് ഡിവിഡൻഡ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. കഴിഞ്ഞ 10 വർഷത്തെ ഇത്തരം കമ്പനികളുടെ ഡാറ്റ ലഭിക്കും. രാജ്യത്തെ ടോപ്പ് 100 കമ്പനികളെ നിരീക്ഷിക്കുക. ഉയർന്ന ഡിവിഡൻഡ് നൽകുന്ന ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് കണ്ടെത്താം. എങ്ങനെയാണ് ഡിവിഡൻഡ് നൽകുന്ന മികച്ച കമ്പനികളെ കണ്ടെത്തുന്നതെന്ന് പരിശോധിക്കാം. നമ്പർ 1, കമ്പനിയുടെ ഡിവിഡൻഡ് ഗ്രോത്ത് റേറ്റും ഡിവിഡൻഡ് ഈൽഡും അനലൈസ് ചെയ്യുക. ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ ആണ് ഡിവിഡൻഡ് ഈൽഡ്. സ്ട്രോങ് ഡിവിഡൻഡ് പേയിങ് കമ്പനികളുടെ ഡിവിഡൻഡ് ഈൽഡ് 3% കൂടുതലായിരിക്കും. അതേസമയം ഡിവിഡൻഡ് ഈൽഡ് ആകർഷണീയമായി കാണുന്നത് ഷെയർ പ്രൈസ് കുറഞ്ഞതുകൊണ്ടാകാനും സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഷെയർ പ്രൈസ് കുറഞ്ഞതെന്ന് അത്തരം അവസരങ്ങളിൽ പരിശോധിക്കണം. ഇതിനു പുറമെ കുറഞ്ഞ കടമുള്ള കമ്പനിക്കായിരിക്കണം മുൻഗണന നൽകേണ്ടത്. അല്ലാത്തപക്ഷം ഡിവിഡൻഡ് നൽകുന്നതിനേക്കാൾ കടം തിരിച്ചടയ്ക്കുന്നതിനായിരിക്കും കമ്പനികൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. നമ്പർ 2, സാമ്പത്തികമായി സ്ട്രോങ് ആയ കമ്പനികൾക്ക് മാത്രമേ തുടർച്ചയായി ഡിവിഡൻഡ് നൽകാൻ സാധിക്കൂ. അതുകൊണ്ട് ഡിവിഡൻഡ് ലഭിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുന്ന കമ്പനി ഫിനാൻഷ്യലി സ്ട്രോങ് അല്ലേ എന്ന് പരിശോധിക്കണം. അതെങ്ങനെ കണ്ടെത്തും? കമ്പനിയുടെ ക്യാഷ് ഫ്ലോ, ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ് എന്നിവ പരിശോധിക്കുക. ഇതുവഴി ഈ കമ്പനികൾ ഡിവിഡൻഡ് നൽകുന്നത് തുടരുമോ, അതിനുള്ള ശേഷിയുണ്ടോ എന്നിവയൊക്കെ മനസ്സിലാക്കാം. അടുത്തത് പേ ഔട്ട് റേഷ്യോ അറിയുക എന്നുള്ളതാണ്. ഡിവിഡൻഡായി കമ്പനി നൽകുന്ന ഭാഗമാണ് പേ ഔട്ട്. പേ ഔട്ട് റേഷ്യോ 60% കുറവാണെങ്കിൽ നമുക്ക് ആ കമ്പനിയെ സ്റ്റേബിൾ ആയ കമ്പനിയായി പരിഗണിക്കാം. കൂടാതെ ഗുഡ് ഡിവിഡൻഡ് പേയിങ് സ്റ്റോക്കായി ആ കമ്പനിയെ കണക്കാക്കുകയും ചെയ്യാം. നമ്പർ 4, കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത്, സ്റ്റാറ്റസ്, മാനേജ്മെന്റിന്റെ പ്രകടനം എന്നിവ തീർച്ചയായും പരിശോധിക്കണം. ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മാർക്കറ്റിൽ എത്ര കാലം പിടിച്ചു നിൽക്കുമെന്നും മാർക്കറ്റ് ലീഡർ ആകുമെന്നും ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതിലൂടെ അറിയാൻ സാധിക്കും. നമ്പർ 5, പെട്ടെന്ന് വന്ന് ഒരു ഹൈ ഡിവിഡൻഡ് നൽകുന്ന കമ്പനിയേക്കാൾ കുറഞ്ഞതാണെങ്കിലും എല്ലാ വർഷവും തുടർച്ചയായി ഡിവിഡൻഡ് നൽകുന്ന കമ്പനികൾക്കായിരിക്കണം പ്രാധാന്യം നൽകേണ്ടത്. മുൻനിര IT കമ്പനികൾ സ്ഥിരമായി ഡിവിഡൻഡ് നൽകാറുണ്ട്. വരുമാനത്തിൽ നിന്ന് അധികം തുക പുതിയ മെഷീനറിക്കോ ബിസിനസ് എക്സ്പാൻഷനോ നീക്കി വയ്ക്കേണ്ടതില്ലാത്തതിനാലാണ് IT കമ്പനികൾ ഇങ്ങനെ സ്ഥിരമായി ഡിവിഡൻഡ് നൽകുന്നത്. ഒരു കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും വിലയിരുത്തുക. അത് അറിഞ്ഞ ശേഷം നിക്ഷേപം നടത്തുക. ഹയസ്റ്റ് ഡിവിഡൻഡ് നൽകുന്ന കമ്പനികളെ തിരിച്ചറിയുന്നതിന് നല്ല നിരീക്ഷണവും പഠനവും ആവശ്യമുണ്ട്. പക്ഷേ ഇതിനുള്ള അധ്വാനത്തിലൂടെ മികച്ച കമ്പനികളെക്കുറിച്ച് അറിയാനും നിക്ഷേപം നടത്താനും ഡിവിഡൻഡിലൂടെയും സ്റ്റോക്കിൻ്റെ ഗ്രോത്തിലൂടെയുള്ള റിട്ടേണും ലഭിക്കുന്നതിനു കൂടിയുള്ള അവസരമാണ് ഉണ്ടാകുന്നത്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.